ഹായ്, ഏറെ രസകരമായ ഒരു ചലച്ചിത്രം, ആക്ഷനും കോമഡിയുമൊക്കെ ഒന്നിച്ച് ഒരു ജാക്കി ചാൻ ചിത്രം. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് ജാക്കി ചാൻ എന്ന സൂപ്പർ സ്റ്റാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് അദ്ദേഹം ഒരു ഷൂട്ടിംഗിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മികച്ച രീതിയിൽ ആക്ഷൻ സീക്വൻസുകൾ അദ്ദേഹം പൂർത്തിയാക്കി. ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മാനേജർ വന്ന് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ചില ഇൻവിറ്റേഷനുകളെ കുറിച്ച് പറഞ്ഞു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ ക്ഷണങ്ങളും ജാക്കി ചാൻ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിൽ അവസാനത്തെ ക്ഷണം ഒരു മൃഗശാലയിൽ നിന്നുള്ളതായിരുന്നു. അവിടെ അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു കുട്ടിപ്പാണ്ടയുണ്ട്. ആ മനോഹരമായ പാണ്ടക്കുഞ്ഞിനെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ക്ഷണം. ആ ക്ഷണക്കത്തിൽ ജാക്കി ചാനിന് മാത്രമായി സവിശേഷതകളുള്ള ഒരു പാണ്ടക്കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. അത് കണ്ടതും ജാക്കി ചാന് വളരെയധികം സന്തോഷം തോന്നി. ആ പാണ്ടയെ ദത്തെടുക്കാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ചടങ്ങിലേക്ക് ജാക്കി ചാൻ പുറപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തുമ്പോ അതിനു മുമ്പേ അവിടെ അദ്ദേഹത്തിന്റെ ഒരുപാട് ആരാധകർ എത്തിച്ചേർന്നിരുന്നു. ആ ചടങ്ങിൽ ജിൻചു എന്ന പേരുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾ ആ പാണ്ടയുടെ കെയർ അസിസ്റ്റന്റ് ആണ്. പാണ്ടയെ നോക്കുന്നത് അവളാണ്. മാത്രമല്ല ജിൻചു ജാക്കി ചാനിന്റെ വളരെ വലിയൊരു ആരാധക കൂടിയായിരുന്നു. ജിൻചു നേരെ പാണ്ടയുടെ അടുത്തേക്ക് പോയി. അവന് പാൽ കൊടുക്കേണ്ട സമയമായിരുന്നു. എന്നാൽ പാണ്ടയ്ക്കാകട്ടെ ആ സമയത്ത് വിശക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്കതിന് അത്ര എളുപ്പത്തിൽ സാധിച്ചുമില്ല. കുറച്ചു സമയത്തിനു ശേഷം ജിൻചു ഐസ്ക്രീം വാങ്ങാൻ പോയി. അതേസമയം ജാക്കി ചാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ജാക്കി ചാനെ കണ്ടതും ജിൻചു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ജാക്കി ചാൻ അടുക്കൽ ചെന്ന് അവള് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ജാക്കി ചാൻ തന്നെയാണോ? സൂപ്പർ സ്റ്റാർ ജാക്കി ചാൻ? ജാക്കി പറഞ്ഞു, അതെ, അത് ഞാൻ തന്നെയാണ്. ജാക്കി ചാൻ ഐസ്ക്രീം വാങ്ങി അവിടുള്ള കസേരകളിൽ ഒന്നിലിരുന്നു. ജിൻചുവും അടുത്തു വന്നിരുന്ന ശേഷം ജാക്കി ചാനോട് വിചിത്രമായ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ പക്കൽ എത്ര പണമുണ്ട്? ഇങ്ങനെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. ജാക്കി ചാൻ ആകട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒടുവിൽ ജിൻചു പറഞ്ഞു, നിങ്ങൾ ദത്തെടുക്കാൻ വന്നിരിക്കുന്ന ആ പാണ്ടയില്ലേ, അതിന്റെ കെയർ അസിസ്റ്റന്റ് ഞാനാണ്. ഓ ശരിക്കും? ജാക്കി ചാൻ പറഞ്ഞതും ജിൻചു കൂട്ടിച്ചേർത്തു, താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോ തന്നെ താങ്കളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ജാക്കി ചാന് സന്തോഷമായി. ഓ അതിനെന്താ, ആവാലോ, നമുക്ക് പോയേക്കാം. ജാക്കി അത് പറഞ്ഞതും അവരിരുവരും പാണ്ടയുടെ അടുത്തേക്ക് പോയി. ഇതേ സമയം മറുവശത്ത് ഒരു അമേരിക്കൻ ഗുണ്ടാ സംഘം അതേ പാണ്ടയെ മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ധനികരായ ചില അറബികളിൽ നിന്ന് $100 മില്യൺ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ അപൂർവമായ പാണ്ടയെ ദത്തെടുത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. പ്രതിഫലമായി $100 മില്യൺ കിട്ടും. അതാണ് അറബികളും അവരും തമ്മിലുള്ള ഡീൽ. പക്ഷേ ഒരു പാണ്ടയ്ക്ക് വേണ്ടി ഈ ധനികരായ അറബികൾ എന്തിനാണ് ഇത്രയധികം പണം വാഗ്ദാനം ചെയ്യുന്നത്? നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിനോടകം ജാക്കി ചാൻ മൃഗശാലയിൽ വെച്ച് പാണ്ടയെ ദത്തെടുക്കുന്നതിനുള്ള ഫയലിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരുന്നു. അവർ പാണ്ടയെ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയുമാണ്. എല്ലാവരും സെറമണി ഹാളിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നതും. വാർത്താ മാധ്യമങ്ങളും എത്തിച്ചേർന്നിരുന്നു. അവർ ഫോട്ടോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജാക്കിയാകട്ടെ വളരെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ഈ സമയത്ത് ഗുണ്ടാ സംഘം മൃഗശാലയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറുകയും വെടിയുതിർക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ചില ഗുണ്ടകളാകട്ടെ ഒളിച്ചുനിന്ന് സർവൈലൻസ് റൂമിലേക്ക് കയറി അവിടുണ്ടായിരുന്ന 2 ഗാർഡുകളെ കൊലപ്പെടുത്തി. കൂടാതെ എല്ലാ സർവൈലൻസ് ക്യാമറകളും പ്രവർത്തനരഹിതമാക്കി. പിന്നാലെ ഗുണ്ടകളുടെ ക്യാപ്റ്റൻ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പാണ്ഡ എവിടെയാണ്? മൃഗശാലയുടെ മാനേജർ അയാളോട് ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ല. അത് കേട്ടതും ആ ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ ആ മാനേജറെ മർദ്ദിക്കാൻ തുടങ്ങി. അതേ സമയമാണ് പെട്ടെന്ന് അവിടെ ഒരു ഗ്ലാസിന് പിന്നിൽ ജാക്കി ചാൻ കുട്ടിപ്പാണ്ടയെ കൈകളിലെടുത്തിരിക്കുന്നത് കാണുന്നത്. വാണ്ടാതോടെ ജാക്കി ചാന്റെ പിന്നാലെ പോയി. ജാക്കിയാകട്ടെ ജിൻചുവിനെ കണ്ടതും പാണ്ടയെ ജിൻചുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവളോട് പാണ്ടയുമായി സുരക്ഷിതമായ ഇടത്തേക്ക് മാറാൻ പറഞ്ഞു. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് ഗുണ്ടാസംഘം എത്തിച്ചേർന്നിരുന്നു. പാണ്ടയെ തങ്ങൾക്ക് കൈമാറാൻ തോക്ക് ചൂണ്ടി അവർ ഭീഷണിപ്പെടുത്തി. ആ സമയത്താണ് ജാക്കി ചാന് പിന്നിലൂടെ ജിൻചു രക്ഷപ്പെട്ടു പോകുന്നത് 2 ഗാർഡുകൾ ശ്രദ്ധിച്ചത്. അതോടെ ഗുണ്ടാസംഘത്തിലെ 2 ഗാർഡുകൾ അവളെ പിന്തുടരാൻ തുടങ്ങി. മറുവശത്ത് ജാക്കിയും ഗുണ്ടകളുടെ ക്യാപ്റ്റനും തമ്മിൽ ഒരു തകർപ്പൻ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ആ ഗുണ്ട ഒരു ബോക്സറും മാർഷൽ ആർട്സ് ഒക്കെ അറിയുന്ന വ്യക്തിയുമായിരുന്നു. ജാക്കി ചാനും മോശമല്ലല്ലോ, ആളൊരു കുംഫു മാസ്റ്റർ ആണ്. രണ്ടുപേരും തമ്മിൽ നീണ്ട പോരാട്ടം നടന്നു.
ഫൈറ്റിനിടയിൽ ജാക്കി ജിൻചുവിനെ കണ്ടു. അവൾ ലിഫ്റ്റിന്റെ അടുത്ത് നിന്ന് ഒളിച്ചുകൊണ്ട് ആംഗ്യം കാണിക്കുകയായിരുന്നു. അതേ ലിഫ്റ്റിൽ കയറി രക്ഷപ്പെടാമെന്ന്. അവസരം കിട്ടിയതും ജാക്കി ആ ഗുണ്ടയുടെ ക്യാപ്റ്റനെ വിട്ടിച്ച് ജിൻചുവിനൊപ്പം ലിഫ്റ്റിൽ കയറി മാറി. ഗ്യാങ് അവർക്ക് പിന്നാലെയോടി. ജാക്കി ജാനും ജിൻചുവും ആകെ വിഷമഘട്ടത്തിൽ എത്തിപ്പെട്ടിരുന്നു. ഈ കുട്ടിപ്പാണ്ടയെ എങ്ങനെ രക്ഷിക്കും എന്നാലോചിച്ച് അവരാകെ കൺഫ്യൂസ്ഡായി നിന്നു. എന്നാൽ ലിഫ്റ്റിന്റെ ഡോർ തുറന്ന ഉടനെ അവിടെ ടോണി എന്ന് വിളിപ്പേരുള്ള ഒരു കാരിയർ റോബോട്ടിനെ അവർ കണ്ടു. അതോടെ ഇരുവരുടെയും ഉള്ളിലേക്കൊരു ഐഡിയ തോന്നി. കുട്ടിപ്പാണ്ടയെ ആ കാരിയർ റോബോട്ടിനകത്ത് വെക്കാം, എന്നിട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ചാടി നമുക്ക് ലൊക്കേഷനിലെത്താം. അപ്പോഴേക്കും കാരിയർ റോബോട്ട് കുട്ടിപ്പാണ്ടയുമായി അവിടെ എത്തും. കുട്ടിപ്പാണ്ടയെ സുരക്ഷിതമാക്കി അങ്ങനെ പുറത്തെത്തിക്കുകയും ചെയ്യാം. അവർ അത്തരത്തിൽ തന്നെ ചെയ്തു. കാരിയർ റോബോട്ടിനകത്ത് കുട്ടിപ്പാണ്ടയെ ആക്കി ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വിട്ടു. പിന്നാലെ മൃഗശാലയുടെ ഒരു വശത്തുകൂടി അവർ പുറത്തേക്ക് ചാടി. ഒടുവിൽ കുട്ടിപ്പാണ്ടയെ വിട്ടിരുന്ന ആ ലൊക്കേഷനിലേക്ക് കാരിയർ റോബോട്ട് നോക്കി അവരെത്തിച്ചേർന്നു. പക്ഷെ അവർ അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ഗ്യാങ്ങിലെ ഗുണ്ടകളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവിടെ വീണ്ടും മറ്റൊരു കടുത്ത പോരാട്ടം ആരംഭിക്കുകയാണ്. ഗ്യാങ്ങിന്റെ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ കൂടെ 2 ഗാർഡുകളും അവിടെയുള്ള ഒരു ലിഫ്റ്റിൽ കയറി. പക്ഷെ ആ ലിഫ്റ്റ് ആകട്ടെ അത്രമേൽ സാവധാനം മുകളിലേക്ക് ഉയരുന്നതായിരുന്നു. ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ ലിഫ്റ്റിലിരുന്നു കൊണ്ട് ജാക്കിയെ നോക്കുന്നുണ്ട്. ജാക്കി പുറത്തുള്ള ഓരോ ഗാർഡുകളുമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാങ്ങിലെ അംഗങ്ങളെ അവൻ തല്ലിച്ചതച്ചുകൊണ്ടിരുന്നു. ലിഫ്റ്റ് ഒടുവിൽ മുകളിലെത്തി. അപ്പോഴേക്കും ജാക്കി ജാൻ തന്റേതായ ആക്ഷൻ രീതിയിൽ താഴെയെത്തി കഴിഞ്ഞിരുന്നു. അത് കണ്ടതും ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ വീണ്ടും ലിഫ്റ്റിന്റെ താഴേക്കുള്ള ബട്ടൺ അമർത്തി. ലിഫ്റ്റ് വീണ്ടും അത്രമേൽ സാവധാനത്തിൽ താഴേക്ക് വരാൻ തുടങ്ങി. ലിഫ്റ്റ് താഴേക്കിറങ്ങുമ്പോൾ ജാക്കി ജാൻ ആകട്ടെ അതിലും വേഗത്തിൽ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടതും ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൻ തന്റെ പിസ്റ്റൾ പുറത്തെടുത്ത് പറഞ്ഞു, നിങ്ങൾ 2 പേരിൽ ആരെ ഈ ലിഫ്റ്റ് തിരഞ്ഞെടുത്തത്? ജാക്കിയെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് അവനെ കൊല്ലണം. കൂടെയുള്ള ഗാർഡുകളോടായിരുന്നു ഗ്യാങ് ക്യാപ്റ്റൻ അലറിയത്. ഇതേസമയം മറുഭാഗത്ത് ബന്ദിയാക്കി വെച്ചിരുന്ന മൃഗശാലയുടെ മാനേജർ എങ്ങനെയൊക്കെയോ സ്വയം മോചിതനായി. അവിടെ മൃഗശാലയിലുണ്ടായിരുന്ന മറ്റ് ഗ്യാങ് അംഗങ്ങളെ മുഴുവൻ ബന്ദിയാക്കി. കൂടാതെ അയാൾ മൃഗശാലയുടെ സർവൈലൻസ് സിസ്റ്റം ഓൺ ചെയ്യുകയും ചെയ്തു. അവിടുള്ളവർക്കിപ്പോൾ ജാക്കിയെയും ജിൻചുവിനെയും പാണ്ഡയെയും വ്യക്തമായി കാണാം. ഇതേസമയം ജാക്കിയുടെ മാനേജറും സുഹൃത്തുമായ വ്യക്തി ജാക്കിയെയും ജിൻചുവിനെയും തിരഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ ആ കാരിയർ റോബോട്ടുകളുടെ പാർക്കിങ്ങിൽ ജാക്കിയും ജിൻചുവും ഗാർഡുകളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡയെ രക്ഷപ്പെടുത്താനുള്ള ജീവൻ പണയം വെച്ചുള്ള ശ്രമം. അത്ര നേരം പോരാടിയതുകൊണ്ട് ജാക്കി വല്ലാതെ ക്ഷീണിതനും ദുർബലനുമായി കഴിഞ്ഞിരുന്നു. അവനിനി പോരാടാൻ സാധിക്കുമായിരുന്നില്ല. അത്രയായതും ഗ്യാങ്ങിന്റെ ക്യാപ്റ്റൻ ജാക്കി ജാന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമം ആരംഭിച്ചു. കൃത്യം ആ സമയം ജാക്കിയുടെ മാനേജറും സുഹൃത്തുമായ വ്യക്തി പാർക്കിങ്ങിലേക്ക് ഒരു ഫോർക്ക് ലിഫ്റ്റ് ഓടിച്ചു കയറ്റി വന്നു. അവിടെ മൊത്തത്തിലൊരു പ്രശ്നമുണ്ടാക്കി. ജാക്കിയെയും ജിൻചുവിനെയും പാണ്ഡയെയും അവൻ രക്ഷപ്പെടുത്തി. പിന്നാലെ ആ ഫോർക്ക് ലിഫ്റ്റ് വേഗത്തിലോടിച്ച് അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. പക്ഷേ ഗ്യാങ് അവരെ വിടാൻ ഭാവമില്ലായിരുന്നു. തങ്ങളുടേതായ പ്രത്യേക തരത്തിലുള്ള വണ്ടികളെടുത്ത് ഫോർക്ക് ലിഫ്റ്റിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ജാക്കി ജാനും സംഘത്തിനും പിന്നാലെ അവർ വെച്ചുപിടിക്കാൻ തുടങ്ങി. ജാക്കി ജാന്റെയും സംഘത്തിന്റെയും ഫോർക്ക് ലിഫ്റ്റ് സാവധാനവും ഗ്യാങ്ങിന്റെ വണ്ടി നല്ല വേഗതയിലുമായിരുന്നു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ 2 വാഹനങ്ങളും ഒപ്പത്തിനൊപ്പം എത്തിച്ചേർന്നു. അതോടെ ഇരുകൂട്ടരും തമ്മിൽ വീണ്ടും പരസ്പരമുള്ള പോരാട്ടം ആരംഭിച്ചു. പെട്ടെന്നാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചത്. ഒരു പെട്ടിക്കുള്ളിലായിരുന്നു ജാക്കിയും കൂട്ടരും പാണ്ഡയെ വെച്ചിരുന്നത്. വാണ്ട ആ പെട്ടിയിൽ പിടികൂടി. മറുവശത്ത് ജാക്കിയും. ഇരുവരും ഒരേപോലെ പെട്ടിയുടെ 2 ഭാഗം പിടിച്ചു വലിച്ചതും പെട്ടി കീറിപ്പോവുകയും പാണ്ഡ മുകളിൽ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. അത് കണ്ടെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പാണ്ഡയ്ക്ക് വല്ലതും സംഭവിക്കുമോ എന്നവർ വല്ലാതെ ഭയന്നു. പക്ഷേ ഒരു തരത്തിൽ ജാക്കി താഴെ വീഴാൻ പോയ പാണ്ഡയെ രക്ഷപ്പെടുത്തിയെടുത്തു. പോരാട്ടം നടന്നുകൊണ്ടിരിക്കെ ഗുണ്ടകളുടെ ഒരു വാഹനം ജാക്കി ജാന്റെ ഫോർക്ക് ലിഫ്റ്റിന്റെ മുമ്പിലെത്തി. ജാക്കി ഒട്ടും മടിച്ചല്ല. ഫോർക്ക് ലിഫ്റ്റ് ഉപയോഗിച്ച് ആ വാഹനം വായുവിലേക്ക് ഉയർത്തി. പിന്നാലെ അത് തലകീഴായി മറച്ചിടുകയും ചെയ്തു. ഗുണ്ടകളിൽ നല്ലൊരു സംഘത്തെ അങ്ങനെ കീഴ്പ്പെടുത്തിയതും അവശേഷിച്ചത് ക്യാപ്റ്റനും മറ്റൊരാളും അടങ്ങുന്ന വാഹനം മാത്രമായിരുന്നു. അവർ ജാക്കിയുടെ വണ്ടിയുടെ പിന്നാലെ വെച്ചുപിടിക്കാൻ തുടങ്ങി. മുന്നോട്ട് റോഡ് എത്തിച്ചേരുന്നത് മൃഗശാലയുടെ ഭാഗമായ ഒരു കാട്ടിലേക്കായിരുന്നു. പ്രത്യേക തരത്തിലുള്ള വണ്ടിയിൽ മാത്രമേ ആ ഓപ്പൺ സൂവിൽ സന്ദർശനം സാധ്യമാവുകയുള്ളൂ. മൃഗങ്ങളെയെല്ലാം ആ കാട്ടിൽ തുറന്നുവിട്ടിരിക്കുകയാണ്.
അങ്ങോട്ടേക്കായിരുന്നു ജാക്കിയും സംഘവും വണ്ടിയുമായി എത്തിച്ചേരുന്നത്. ഇതെല്ലാം തങ്ങളുടെ സർവൈലൻസ് സിസ്റ്റത്തിലൂടെ മാനേജർ കാണുന്നുണ്ടായിരുന്നു. ജാക്കിയെയും സംഘത്തെയും രക്ഷപ്പെടുത്താൻ അവർ എത്തിയതും കാടിന്റെ ഗേറ്റ് തുറക്കാൻ മാനേജർ പറഞ്ഞു. അത്തരത്തിൽ ഗേറ്റ് തുറക്കപ്പെട്ടു. ജാക്കിയും സംഘവും അകത്ത് കടന്നതും അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നാലെ വന്ന ക്യാപ്റ്റനും മറ്റും അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ജാക്കിയും സംഘവും രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച് മാനേജറും മറ്റും വലിയ സന്തോഷത്തിൽ ചിരിച്ചു. അകത്തെത്തിയ ജാക്കി ചാനും ക്യാമറയിലേക്ക് നോക്കി തംസപ്പ് കാണിച്ചു. മാനേജറാകട്ടെ ആ ക്യാമറ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ച് അതിന് മറുപടിയും നൽകി. പക്ഷേ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാൻ പോകുന്നത് അപ്പോഴായിരുന്നു. ആ ഓപ്പൺ സൂവിൽ അപകടം പിടിച്ച മൃഗങ്ങളായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്നത്. ഫോർക്ക് ലിഫ്റ്റ് കുറച്ച് മുന്നോട്ട് പോയതും അതിലെ ഇന്ധനം തീർന്നു. അത് വഴിയിൽ വെച്ച് സ്റ്റെക്കായി. കുട്ടിപ്പാണ്ടയ്ക്കാണെങ്കിൽ പാല് കുടിക്കേണ്ട സമയവുമായി. അതിന് നന്നായി വിശക്കുന്നുണ്ട്. ജിൻചു കാര്യം പറഞ്ഞു. അതോടെ എങ്ങനെയും കുറച്ച് പാല് സംഘടിപ്പിക്കണം എന്നതിനുള്ള ശ്രമങ്ങൾ ജാക്കിയും സംഘവും ആരംഭിച്ചു. മുന്നോട്ടു പോയ അവർ ഒളിഞ്ഞു നോക്കുമ്പോ ഒരു വലിയ കാണ്ടാമൃഗം അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും അങ്ങോട്ടേക്കെത്തിയ ജാക്കി ആ കാണ്ടാമൃഗ കുഞ്ഞിനെ മാറ്റി കയ്യിലുള്ള ചെറിയ കുപ്പിയിലേക്ക് കാണ്ടാമൃഗത്തിന്റെ പാല് നിറച്ചു. പക്ഷെ പാല് നിറച്ചു പകുതിയിലായതും എടുത്തുമാറ്റിയ കുട്ടിക്കാണ്ടാമൃഗം പോയി തന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. വിവരമൊക്കെ അറിഞ്ഞുവന്ന ആ കുട്ടിക്കാണ്ടാമൃഗത്തിന്റെ അച്ഛൻ വലിയ കാണ്ടാമൃഗം ജാക്കി ജാനെയും മാനേജറെയും തുരത്താൻ തുടങ്ങി. ജീവനു വേണ്ടി അവർ പരക്കം പാഞ്ഞു. ഒരു തരത്തിലായിരുന്നു അവർ രക്ഷപ്പെട്ടത്. ഒടുവിൽ മുന്നോട്ട് സഞ്ചരിച്ച് അവർ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തിച്ചേർന്നു. ലൈറ്റ് ഹൗസിന് മുകളിൽ കയറി നേരം പുലരുന്നതുവരെ കാത്തിരിക്കാം എന്നായിരുന്നു അവർ ചിന്തിച്ചത്. കാടിനകത്താണല്ലോ, അല്ലെങ്കിൽ വലിയ അപകടം സംഭവിച്ചേക്കും എന്നവർ ഭയപ്പെട്ടിരുന്നു. അവശതയിലായതുകൊണ്ട് കുട്ടിപ്പാണ്ടയെ കെട്ടിപ്പിടിച്ച് ജാക്കിയുടെ സുഹൃത്ത് കിടന്നുറങ്ങി. ജാക്കിയും ജിൻചുവും ലൈറ്റ് ഹൗസിന്റെ ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയാണ്. ജിൻചു ജാക്കിയോട് ചോദിച്ചു, കുട്ടിപ്പാണ്ടയെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയ ശേഷം നിങ്ങൾ അവൻ എന്ത് പേരിടും? ജാക്കി പറഞ്ഞു, ഓ അത് ഞാൻ ഓർത്തിട്ടേയില്ല. ഈ സമയം ജാക്കിയുടെ സുഹൃത്ത് ഉറക്കത്തിൽ കിടന്ന് ഹൂ ഹൂ എന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും ജാക്കി പറഞ്ഞു, ആ കൊള്ളാലോ, അത് മികച്ചൊരു പേരാണ്, ഹൂ ഹൂ. അങ്ങനെ കുട്ടിപ്പാണ്ടയുടെ പേര് ഇനി മുതൽ ഹൂ എന്നായിരിക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടു. ഇതേ സമയം കാടിനകത്തേക്ക് കയറി അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്യാങ്ങിലെ ആളുകൾ അവിടെ മുഴുവൻ തിരയുന്നുണ്ടായിരുന്നു. ഈ സമയം ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ ലീഡർ അങ്ങോട്ടേക്കെത്തി. ഏവരും അയാളെ ബോസ് എന്നായിരുന്നു വിളിക്കുന്നത്. അന്വേഷണത്തിനൊടുവിൽ ജാക്കിയും സംഘവും ലൈറ്റ് ഹൗസിലുണ്ട് എന്ന കാര്യം ഗ്യാങ് മെമ്പേഴ്സും മനസ്സിലാക്കിയിരുന്നു. അവർ ഒരു ഡ്രോൺ അങ്ങോട്ടേക്ക് പറത്തിവിട്ടു. ജാക്കിയാകട്ടെ കയ്യിൽ കിട്ടിയ ഒരു വസ്തുവെടുത്ത് ആ ഡ്രോൺ തല്ലിപ്പൊട്ടിച്ചു. പക്ഷെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല. ആ ഗ്യാങ് മെമ്പേഴ്സ് ചേർന്ന് ജാക്കിയെയും സംഘത്തെയും പിടികൂടി അവരെ ഒരു ജയിലിൽ അടച്ചു. കുട്ടിപ്പാണ്ടയെയും ഒരു കൂട്ടിലാക്കി. അവരപ്പോൾ ഉണ്ടായിരുന്നത് ഒരു കപ്പലിലായിരുന്നു. ജിൻചുവും ജാക്കിയും ഇപ്പോൾ ബന്ദികളാണ്. ഗ്യാങ് മെമ്പേഴ്സ് ബോസിനടുക്കൽ പിടികൂടി അവന്റെ സുഹൃത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഇവനെ കൊണ്ടൊരു പ്രയോജനവുമില്ല, ഇവനെ കടലിലേക്കിട്ടേക്കൂ എന്നായിരുന്നു ബോസ് പറഞ്ഞത്. ഗ്യാങ് മെമ്പേഴ്സ് ജാക്കിയുടെ മാനേജറായ സുഹൃത്തിനെ കടലിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോവാൻ തുടങ്ങി. പക്ഷേ പോകുന്ന വഴിയിൽ ആ ഗാർഡുകൾ ജാക്കി ജാന്റെ സുഹൃത്തിനെ അടുത്തുള്ള ഒരു മുറിയിലേക്ക് കയറ്റി. അപ്പോഴാണ് വ്യക്തമാകുന്നത് ആ ഗാർഡുകൾ ജാക്കി ജാന്റെ കടുത്ത ആരാധകരാണ്. ജാക്കി ജാനുമായി ഒന്നിച്ചെന്തെങ്കിലും ചെയ്യണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. തങ്ങളുടെ ശരീരത്തിൽ ജാക്കി ജാന്റെ പച്ചകുത്തിയ ഓരോ ചിത്രങ്ങൾ അവർ കാണിച്ചു കൊടുക്കുക പോലും ചെയ്തു. ഇതാണ് അവസരം എന്ന് ജാക്കി ജാന്റെ മാനേജർക്ക് തോന്നി. അയാൾ ഒരു കണ്ടീഷൻ വെച്ചു. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ജാക്കി ജാനെയും സുഹൃത്തിനെയും സഹായിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് ജാക്കി ജാന്റെ മാനേജർ കൂടിയായ ആ സുഹൃത്ത് ചെയ്തു കൊടുക്കും. അങ്ങനെ അവർ കരാറിൽ എത്തിച്ചേർന്നു. അങ്ങനെ അവരുടെ സഹായത്തോടെ ജാക്കിയും ജിൻചുവും മോചിപ്പിക്കപ്പെട്ടു. ഈ സമയത്ത് കുട്ടിപ്പാണ്ടയെ കൂട്ടിലടച്ച് ഒരു ലാൻഡ് ക്രൂയിസറിന്റെ പുറകിലെ ഭാഗത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട ജാക്കി ജിൻചുവിനോട് പറഞ്ഞു, നീ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിളിക്ക്. ജിൻചു പോലീസിനെ വിളിച്ചു. ജാക്കിയും തനിക്കറിയാവുന്ന രീതിയിൽ പലരെയും കോണ്ടാക്ട് ചെയ്തു. പിന്നാലെ ഗ്യാങ്ങിലെ ബോസ് ലക്ഷ്യസ്ഥാനത്തെത്തിയതും പാണ്ഡയെ അറിവുകളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ജാക്കി അതേ വണ്ടിയിൽ ഒളിച്ചു കടന്നിരുന്നു. ലൊക്കേഷൻ ഫോളോ ചെയ്ത് ഗ്യാങ്ങിന്റെ കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. അവർ ജിൻചുവിനെയും അവിടെ ഉണ്ടായിരുന്ന ജാക്കിയുടെ സുഹൃത്തിനെയും രക്ഷപ്പെടുത്തി. ഇതേസമയം മറുവശത്ത് ഗ്യാങ് ലീഡറുടെ വണ്ടിയിൽ ജാക്കിയും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഗ്യാങ്ങിന്റെ ബോസ് അറബികളുടെ അടുത്തെത്തി കുട്ടിപ്പാണ്ടയെ ധനികരായ അറബികൾക്ക് കൈമാറാനൊരുങ്ങുകയാണ്. എന്നാൽ ജാക്കി ഒളിച്ചിരുന്ന വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി അവരുടെ പുറകെ ഹാളിലേക്ക് കടന്നു. അവൻ അവിടെയുള്ള എല്ലാവർക്കും നേരെ പിസ്റ്റൾ ചൂണ്ടി പറഞ്ഞു, ആരും മടങ്ങിപ്പോവരുത്. ആ സമയം മുകളിൽ നിന്നും മറ്റൊരു അറബി വന്ന് പറയുന്നുണ്ട്, മാസ്റ്റർ ഇതാ വരാൻ പോകുന്നു. ജാക്കിയുടെ ശ്രദ്ധ തെറ്റി. ഒരു പെൺകുട്ടി ജാക്കിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ചവിട്ടാൻ നോക്കി. പക്ഷേ ജാക്കി ഒഴിഞ്ഞു മാറി. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ് ബോസ് ജാക്കിയുടെ കയ്യിലെ തോക്ക് ചവിട്ടിത്തെറിപ്പിച്ചിരുന്നു. ആ തോക്ക് പോയി വീണതാകട്ടെ അവിടെ
അവിടെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ട്രീയിലുമാണ്. പിന്നാലെ അവിടെ ഗ്യാങ് മെമ്പേഴ്സും ജാക്കിയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. കനത്ത പോരാട്ടമായിരുന്നു നടന്നത്. ഇതിനിടയിൽ സിനിമയിൽ ഉപയോഗിക്കാറുള്ള തന്ത്രങ്ങൾ ജാക്കി അവിടെയും പ്രയോഗിച്ചു. ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസിനെയും ജാക്കി വിളിച്ചു. എന്നാൽ ബോസ് പുറകിലൂടെ വന്ന് ജാക്കിയെ പിടികൂടി. ജാക്കിയുടെ കഴുത്ത് അത്രമേൽ ഞെരിച്ചു. ജാക്കിയാണെങ്കിൽ ബോധരഹിതനാവാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ ബോധം മറന്ന ആ നിമിഷത്തിൽ ജാക്കിക്ക് ജിൻചു പണ്ട് പറഞ്ഞൊരു ആക്ഷനെ പറ്റിയുള്ള കാര്യം ഓർമ്മ വന്നു. ജിൻചു ലൈറ്റ് ഹൗസിൽ വെച്ച് ജാക്കിയോട് ചോദിച്ചിരുന്നു, നിങ്ങളെങ്ങനെയാ ഈ കുംഫു രംഗത്തേക്ക് വന്നതെന്ന്. അപ്പോ ജാക്കി പറഞ്ഞു, ചെറുപ്പത്തിൽ ആരെങ്കിലും എന്നോട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും തന്നെ അറിവുണ്ടാവില്ല. ഞാനങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേ ഞാൻ അറിയുകയുള്ളൂ. അതാണ് എന്റെ കുംഫുവിന്റെ യഥാർത്ഥ രഹസ്യം. ജാക്കി അവശതയിൽ നിന്ന് ആ നിമിഷത്തിലാണ് സ്മാർട്ട് വാച്ചിലൂടെ ജിൻചുവിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ആക്ഷൻ എന്ന് പിന്നെ പറയണ്ടല്ലോ. ജാക്കി ബോസിനെ എടുത്ത് നല്ല രീതിയിൽ ശക്തമായി മർദ്ദിച്ചു. എന്താ നടക്കുന്നതെന്ന് ജാക്കിക്ക് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. മർദ്ദനമേറ്റൊടുവിൽ ആ ബോസ് താഴെ വീണു. ജാക്കി പിന്നാലെ ധനികരായ അറബികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളെന്തിനാ ഈ പാണ്ടയ്ക്ക് വേണ്ടി ആ ഗുണ്ടകൾക്ക് 100 മില്യൺ ഓഫർ ചെയ്തത്? ജാക്കി അതിനോടകം ഗുണ്ടകളിൽ നിന്നത് അറിഞ്ഞിരുന്നു. ധനികനായ അറബി പറഞ്ഞു, എനിക്ക് 5 വയസ്സുള്ളൊരു മകളുണ്ട്. അവൾക്ക് ക്യാൻസർ ആണ്. ക്യാൻസറിന്റെ അവസാന ഘട്ടത്തിൽ വേദനയിൽ എന്റെ മോള് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. അവൾക്ക് ആ കുട്ടിപ്പാണ്ടയെ ഏറെ ഇഷ്ടപ്പെട്ടു. അതിനെ എനിക്ക് തരുവാൻ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തതാണ്. പക്ഷേ മൃഗശാലയിലുള്ളവർ കുട്ടിപ്പാണ്ടയെ എനിക്ക് തരാൻ വിസമ്മതിച്ചു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു. പക്ഷേ എനിക്കതിനെ കിട്ടിയില്ല. ഒടുവിൽ ഞാൻ ആ തീരുമാനമെടുത്തതാണ്. ഗുണ്ടകളെ അയച്ച് ആ പാണ്ടയെ സ്വന്തമാക്കാൻ. എന്റെ മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. തന്റെ മകൾക്ക് വേണ്ടി ഒരു പിതാവ് ചെയ്ത പ്രവൃത്തിയാണത് എന്ന് കേട്ടതും ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലായതും ജാക്കിയുടെ കണ്ണു നിറഞ്ഞു. സ്വമേധയ ജാക്കി ആ കുട്ടിപ്പാണ്ടയെ ആ അറബി പെൺകുട്ടിയുടെ കൈകളിൽ ഏൽപ്പിച്ചു. എല്ലാ പ്രശ്നങ്ങളും അതോടെ സോൾവ് ആക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു കോമഡി ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മികച്ചൊരു ചലച്ചിത്രവുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.